ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതും കേരളത്തിൽ നിന്ന് മാത്രമാണ്. ആ കേരളത്തോട് നിരന്തരമായി അവഗണനയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന വിമർശനമുയരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അത് പരിഹരിക്കാൻ, അത് കേൾക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കാനുള്ള തീരുമാനം വരുന്നത്. അത് അംഗീകരിക്കുകയും വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടും കേരളത്തിലെ MP-മാർ മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നുമില്ല. MP-മാർ മാത്രമല്ല, 2 കേന്ദ്രമന്ത്രിമാരുമുണ്ട് കേരളത്തിൽ. അവരും ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനായി പ്രധാന വരുമാന സ്രോതസ്സായ മംഗളൂരു സ്റ്റേഷനെ അടർത്തി മാറ്റാനുള്ള ഗൂഢശ്രമം നടക്കുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നാളിതുവരെ യാതൊരു തരത്തിലുള്ള നീക്കവും ബന്ധപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തെ വിശദമായി പരിശോധിച്ചാൽ മംഗളൂരു ഉൾപ്പെടുത്തി പുതിയ ഡിവിഷനോ പാലക്കാട് നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് പറിച്ചു മാറ്റലോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കം. കർണാടകയിൽ നിന്നുള്ള കേന്ദ്ര റെയിൽവേ സഹമന്ത്രി V. സോമണ്ണയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മംഗളൂരുവിൽ ചേർന്ന യോഗം അതിനുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. മംഗളൂരു മേഖലയ്ക്ക് ഏക റെയിൽവേ സോൺ ഭരണം ആസൂത്രണം ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കർണാടകത്തിലെ തീരദേശ റെയിൽവേ യാത്ര പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും യോഗത്തിലാണ് ഇത്. സദേൺ റെയിൽവേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്നിങ്ങനെ 3 സോണുകളുടെ കീഴിലായതിനാൽ മംഗളൂരു മേഖലയുടെ റെയിൽവേ വികസനം തടസ്സപ്പെടുകയാണെന്ന വിചിത്രവാദം യോഗത്തിൽ BJP MP-യായ ബ്രിജേഷ് ചൗട്ട ഉന്നയിച്ചു. അതിനോട് യോജിക്കുന്നതായി 3 സോൺ മേധാവികളും ചേർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ശുപാർശ നൽകുമെന്നും സോമണ്ണ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാൻ ദീർഘകാലമായി മറ്റ് പാർട്ടികൾ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് ഈ നടപടി. മംഗളൂരു, കോയമ്പത്തൂർ ഡിവിഷനുകൾ രൂപീകരിക്കാനാണ് നിലവിലെ പദ്ധതി. കേരളം ഉയർത്തുന്ന കടുത്ത ചെറുത്തുനിൽപ്പ് കാരണമാണ് ഇതുവരെ ഇത് നടക്കാതിരുന്നത്. 2007-ൽ പാലക്കാട് ഡിവിഷനെ വിഭജിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കുന്നത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കനത്ത തിരിച്ചടി തന്നെയാകും. മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കുകയോ ഈ മേഖല കേരളത്തിന് പുറത്തുള്ള മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് ഔദ്യോഗിക നടപടികൾ തുടങ്ങിയതോടെ ദക്ഷിണ റെയിൽവേ നിഷേധിക്കുന്നത് മെയ് 13-ന് ഇറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ്. പിന്നീട് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാലക്കാട് ഡിവിഷൻ പൂട്ടുന്നതെന്ന വാർത്തയെ കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെയൊരു നീക്കമില്ല എന്നും റെയിൽവേ അറിയിച്ചിരുന്നു. പാലക്കാട് ഡിവിഷനിലെ പ്രധാന ഭാഗം ഉൾപ്പെടുത്തിയാലേ മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കാനാവുകയുള്ളൂ. മംഗളൂരു മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റിയാലും പാലക്കാട് ഡിവിഷനെ ദോഷകരമായി ബാധിക്കും. പാലക്കാട് ഡിവിഷനിലെ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനുകളിൽ ഒന്നാണ് മംഗളൂരു. കേരളത്തിലുള്ള ഡിവിഷന് കീഴിൽ നിന്നും മംഗളൂരുവിനെ മാറ്റണമെന്ന് BJP-യുടെ അജണ്ടയുമാണ്. സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും റെയിൽവേയുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയപ്പോഴാണ് വാർത്ത നിഷേധിച്ചുകൊണ്ട് റെയിൽവേ രംഗത്തെത്തിയത്. പാലക്കാട് ഡിവിഷനെ ബാധിക്കുന്ന യാതൊരു തീരുമാനം ഉണ്ടാകില്ല എന്നും അത്തരം വാർത്തകളെല്ലാം കെട്ടുവാർത്തകൾ ആണെന്നുമായിരുന്നു റെയിൽവേയുടെ വിശദീകരണം. റെയിൽവേ മന്ത്രി V. സോമണ്ണയുടെ മുൻകൈയിൽ ബുധനാഴ്ച മംഗളൂരുവിൽ ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട മംഗളൂരു റെയിൽവേയുടെ വികസനമായിരുന്നു. ഒന്നുകിൽ പുതിയ ഡിവിഷൻ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റലെന്നതാണ് ധാരണ. ഈ ആഴ്ച അന്തിമ തീരുമാനവും ഉണ്ടായേക്കും. വരുമാനത്തിന്റെ പേരിൽ കോയമ്പത്തൂർ കേന്ദ്രമാക്കിയും മംഗലാപുരം കേന്ദ്രമാക്കിയും ഡിവിഷൻ രൂപീകരിക്കണമെന്ന ആശയം വളരെ നേരത്തെയുള്ളതാണ്. പാലക്കാട് നിന്ന് 588 കിലോമീറ്റർ ലൈൻ കൂട്ടിച്ചേർത്ത് സേലം ഡിവിഷൻ രൂപീകരിക്കാൻ ശ്രമം നടന്നപ്പോഴും അത് സംബന്ധിച്ച വാർത്തകൾ ആദ്യം റെയിൽവേ കേന്ദ്രങ്ങൾ നിഷേധിച്ചിരുന്നു. എന്നാൽ താമസിയാതെ തന്നെ ഡിവിഷൻ പ്രഖ്യാപനം വരികയായിരുന്നു. കുറച്ചുകൂടി വിശദമായി പരിശോധിച്ചാൽ ഈ നീക്കം പാലക്കാട് ഡിവിഷന് വലിയ തിരിച്ചടി തന്നെയാണ്. പാലക്കാട് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നതും വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നേടിത്തരുന്നതുമായ മംഗളൂരു സ്റ്റേഷൻ മാറ്റിയാൽ പാലക്കാട് ഡിവിഷൻ ദുർബലപ്പെടും. പിന്നീട് വരുമാനം കുറഞ്ഞതിന്റെ പേരിൽ പാലക്കാടിനെ മറ്റ് ഡിവിഷനുമായി ലയിപ്പിക്കാനാണ് നിലവിലെ ഗൂഢാലോചന. കേന്ദ്രവും കോൺഗ്രസും തുടക്കം മുതൽ കാണിക്കുന്ന അവഗണനയാണ് പാലക്കാടിന് വിനയായത്. 1956 ആഗസ്റ്റിലാണ് ഒരു സംസ്ഥാനത്തിന് ഒരു ഡിവിഷൻ ആസ്ഥാനം എന്ന രീതിയിൽ പുതിയ റെയിൽവേ ഡിവിഷനുകൾ രൂപീകരിച്ചത്. അന്ന് തമിഴ്നാട്ടിലെ ജോലാർപേട്ട് മുതൽ കർണാടകയിലെ മംഗളൂർ വരെയുള്ള 1247.58 റൂട്ട് കിലോമീറ്റർ ആയിരുന്നു പ്രവർത്തന പരിധി. 1979-ൽ തിരുവനന്തപുരം ഡിവിഷൻ രൂപീകരിച്ചതോടെ ഷൊർണൂർ എറണാകുളം റൂട്ട് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് മാറ്റി. ഇതോടെ 1732.98 കിലോമീറ്ററായി ചുരുങ്ങി. 2007-ൽ 1ാം UPA സർക്കാർ പാലക്കാടിനെ വെട്ടിമുറിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചതോടെ ജോലാർപേട്ട് മുതൽ പോത്തന്നൂർ വരെയുള്ള ഭാഗം സേലം ഡിവിഷന് കീഴിലാക്കി. ഇതോടെ രാജ്യത്തെ ഏറ്റവും ചെറിയ ഡിവിഷനായി പാലക്കാട് മാറി. പാലക്കാടിന് വലിയ നഷ്ടം വരുമെന്ന് അന്ന് MP-ആയിരുന്ന NN കൃഷ്ണദാസ് പാർലമെന്റിൽ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. നഷ്ടം നികത്താൻ ടൗൺഷിപ്പോട് കൂടിയ റെയിൽവേ കോച്ച് ഫാക്ടറി അനുവദിച്ചു. 900 ഏക്കറിൽ വിപുലമായ പദ്ധതിയാണ് തുടക്കത്തിൽ വിഭാവനം ചെയ്തത്. ഇതിനായി കാഞ്ചിക്കോട് സംസ്ഥാന സർക്കാർ സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് നൽകാനും തയ്യാറായി. പിന്നീട് 2ാം UPA സർക്കാരിന്റെ കാലത്ത് ഇത് ചെറിയ പദ്ധതിയാക്കി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇതിനായി 2012 ഫെബ്രുവരിയിൽ പാലക്കാട് കോട്ടമൈതാനത്ത് തറക്കല്ലിടുകയും ചെയ്തു. അന്ന് UDF
എഫിനായിരുന്നു സംസ്ഥാനത്ത് ഭരണം. പിന്നീട് ഇത് അട്ടിമറിക്കപ്പെട്ടു. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതോടെ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. കേരളത്തെ ബാധിക്കുന്ന ഇത്ര വലിയ പ്രശ്നം നടന്നിട്ടും നാളിതുവരെയായി. കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റിലെത്തിയ MP-മാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ കഴിയുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് UDF MP-മാർക്കാണ് ഭൂരിപക്ഷം. സ്വാഭാവികമായും ഒരു നീക്കത്തിന് സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി ഇത്ര വലിയ തകർച്ച കേരളത്തിന് സംഭവിച്ചിട്ടും മൗനം വെടിയാതെയുള്ള നേതാക്കളുടെ ഈ നീക്കം ദയനീയമാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനമുണ്ടായില്ല എങ്കിൽ പാലക്കാട് ഡിവിഷൻ കേരളത്തിന് നഷ്ടമാകും.